ഭാര്യയെയും മക്കളെയും ആക്രമിക്കാൻ ശ്രമം, വീട് തകർത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. കാട്ടാക്കട കുളവുപാറ പന്നിയോട് തേരിവിള വീട്ടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നടന്ന ആക്രമണത്തിൽ കാട്ടാക്കട പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചീങ്കണ്ണി അനീഷ് എന്നറിയപ്പെടുന്ന അനീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 സംഭവം. ഭാര്യ ആൻബേബിയും 4 മക്കളും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 7 ദിവസമായി ആൻബേബിയുടെ പിതാവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ ഇവിടെ താമസിക്കുന്ന വിവരം അറിഞ്ഞെത്തിയ അനീഷ് വീട്ടിലെത്തി ആൻബേബിയുടെ പിതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭാര്യയെയും മക്കളെയും ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. അനീഷിന്റെ കൈവശമുണ്ടായിരുന്ന മാരക ആയുധങ്ങൾ കണ്ട് ഭയന്ന കുടുംബാംഗങ്ങൾ വീടിന്റെ പിൻവശത്തുള്ള കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതി വീടിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റു ഗൃഹോപകരണങ്ങളും അടിച്ചു തകർത്തതായും പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും പ്രതിയായ അനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്കെതിരെ തുടർ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. എൻ്റെ മകളുടെ ഭർത്താവായ അനീഷ് ഒരു 2 വർഷത്തേക്ക് മുമ്പ് 2 വർഷം കഞ്ചാവ് കേസിൽ, കാപ്പ കേസിൽ തമിഴ്നാട് ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അന്നും അതിനു മുമ്പേ അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ഒരു കളിത്തോക്ക് വെച്ച് എൻ്റെ മുമ്പേ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. കളിത്തോക്ക് അടുത്തടുത്ത് നിന്ന് അത് വെടിയേക്കും. അതിനുശേഷം കുറേ നാൾ ഒരു വിഷയമൊന്നുമില്ല, സന്തോഷമായിട്ടൊക്കെ ഞാനുമായിട്ട് സഹകരണമില്ല, മോളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞങ്ങനെ പോയി. ഈ അടുത്ത കുറച്ച് ദിവസം കൊണ്ട് ഇവൻ കഞ്ചാവും മദ്യവും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മകളെ നിരന്തര ഉപദ്രവം, ഇടി പിള്ളേരെ എന്നെ അടിച്ച് ഓട്ടിക്കുക. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മക്കൾ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വാ, പിള്ളേരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ അന്ന് രാത്രി അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ദിവസം വന്ന് ബഹളം ഉണ്ടാക്കി. അന്ന് ഞാൻ ഒരു പേപ്പർ എഴുതി കൊടുത്ത് കാട്ടാക്കട സ്റ്റേഷനിൽ. മൂന്നാമതായ ഇന്നലെ വന്ന് ഇത് മൊത്തം അടിച്ചു പൊളിച്ച് എന്നെയും മോളെയൊക്കെ അടിച്ച് ഓട്ടിച്ച് വടിവാള് പോലത്തെ ഒരു മാരകായുധവും കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ വീടിനകത്തുള്ള കുറേ എൻ്റെ കത്തി, എൻ്റെ ടാപ്പിംഗ് കത്തി, വേറെ കറിക്കത്തി എല്ലായിടത്തും പോയി. ആളെ കിട്ടാത്തതുകൊണ്ട്. ആളെ കിട്ടാവുന്നപ്പോഴാണ് ഈ വീടിനെ മൊത്തം നാശിപ്പിച്ച് ഇല്ലാതാക്കി വെച്ചത്. പിന്നെ ഇവിടെ ഇരുന്ന എന്തെങ്കിലും ഒരു 10-700 രൂപ അടുപ്പിച്ചുണ്ടായിരുന്നു. അത്രയും അത് കൊടുത്തുണ്ട്. കൊടുത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു പരാതി മതി,